ഹരി ഓം. ദശകം 4 ശ്ലോകം 14. തസ്യ ചക്ഷിതിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാഭൃതീഃ തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. തിരിച്ചു നോക്കാം. തസ്യ ച ക്ഷിതി പയഃ മഹ അനില പയോമഹോ നില പയോമഹോ നില നില എന്നല്ല അനിലയാണ് അവിടെ, പക്ഷെ നമുക്ക് അനില എന്ന് എടുത്തു പറയാൻ പറ്റത്തില്ല. തസ്യ ചക്ഷിതി പയോമഹോനില മഹോനില പയഃ മഹഃ അനില ദ്യോ മഹത് പ്രകൃതി സപ്തക ആവൃതീഃ ദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതിഃ സപ്തകാവൃതീഃ ദീർഘമുണ്ട്, അവിടെ നീട്ടുണ്ട്. സപ്തകാവൃതീഃ ദ്യോ മഹത് ദ്യോ മഹത് പ്രകൃതി സപ്തക ആവൃതീഃ സപ്തക ആവൃതീഃ തത് തത് ആത്മകതയാ തത്തദാത്മകതയ തത് തത് അതാണ് തത്തദാത്മകതയ തത് തത് ആത്മ. തത് തത് കഴിഞ്ഞിട്ട് ആ വന്നതുകൊണ്ടാണ് തത്തദാത്മകതയ. തത് തതാണ് തത്ത, നല്ല തത്തയല്ല. തത്തദാത്മകതയ വിശൻ സുഖീ യാതി തേ പദം അനാവൃതം വിഭോ യാതി തേ പദമനാവൃതം വിഭോ. തസ്യ ചക്ഷിതി പയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതീഃ തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. ശ്ലോകം 14 അന്വയവും അർത്ഥവും നോക്കാം. വിഭോ യോഗി തസ്യ ച വിഭോ ഹേ പരിപൂർണ സ്വരൂപ അല്ലയോ ഭഗവാനേ. യോഗി തസ്യ ച യോഗി ബ്രഹ്മാണ്ടത്തിൻ്റെ അല്ലയോ പരിപൂർണ സ്വരൂപനായ ഭഗവാനെ. യോഗി ബ്രഹ്മാണ്ടത്തിൻ്റെ ക്ഷിതിപയോമഹോനില ദ്യോമഹത് പ്രകൃതി സപ്തകാവൃതീഃ. ക്ഷിതി എന്ന് വെച്ചാൽ ഭൂമി. ക്ഷിതി ക്ഷിതിപയോ മഹോനില എന്ന് വെച്ചാൽ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നിങ്ങനെ 7 ആവരണങ്ങളെ സപ്തകാവൃതീഃ സപ്തകാവൃതീഃ സപ്തം എന്ന് പറഞ്ഞാൽ 7 അങ്ങനെയുള്ള 7 ആവരണങ്ങളെ തത്തദാത്മകതയാ വിശൻ സുഖി അതതിൻ്റെ സ്വരൂപത്തിൽ എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരത്തോടെ പ്രവേശിച്ചിട്ട് പരമാനന്ദമനുഭവിച്ച് തവ അനാവൃതം പദ യാതി. തവ അനാവൃതം അവിടുത്തെ ആവരണരഹിതമായ ആ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. അപ്പം ഹേ അല്ലയോ പരിപൂർണ സ്വരൂപനായ ഭഗവാനെ. യോഗി ബ്രഹ്മാണ്ടത്തിൻ്റെ എന്ന് വെച്ചാൽ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ആവരണങ്ങളെ അതതിൻ്റെ സ്വരൂപത്തിൽ സൂക്ഷ്മ ശരീരത്തോടെ പ്രവേശിച്ചിട്ട് ആ പരമാനന്ദമെല്ലാം അനുഭവിച്ച് അവിടുത്തെ ആവരണരഹിതമായ അനാവൃതം അതാണ് ആവരണരഹിതമായ ആ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. ഒരു യോഗി എങ്ങനെയാണ് ആ ബ്രഹ്മപദം അല്ലെ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്.